കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന കുഞ്ഞ് ഇന്ത്യൻ ക്ലബിനെ സൗത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഫുട്ബോൾ ബ്രാൻഡാക്കി മാറ്റിയത് അതിലെ താരങ്ങളോ താരമൂല്യങ്ങളോ കിരീടങ്ങളോ ട്രോഫികളോ ഒന്നുമല്ല. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനെ ചങ്ക് പറിച്ച് സ്നേഹിക്കുന്ന ഈ ആരാധക കൂട്ടം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന്റെ ബ്രാൻഡ് വാല്യൂവിന് പിന്നിൽ ഒരേ ഒരു കാരണം. അതിന് ചെറുതല്ലാത്ത ഒരു പങ്ക് വഹിക്കാൻ അതിന്റെ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പടയ്ക്ക് പോലും കഴിയുന്നുണ്ട്. എല്ലായ്പ്പോഴും ഏത് പ്രതിസന്ധിയിലും ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം നിൽക്കുന്ന മഞ്ഞപ്പടയും ബ്ലാസ്റ്റേഴ്സിനെ ഇപ്പോൾ തിരിഞ്ഞു കുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് മാനേജ്മെന്റിന്റെ പിടിപ്പുകേട് തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ഔദ്യോഗിക ആരാധക കൂട്ടം എന്നറിയപ്പെടുന്ന മഞ്ഞപ്പട കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സിഇഒയ്ക്ക് ഒരു തുറന്ന കത്തെഴുതിയിട്ടുണ്ട്. അതിനകത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന അടിയന്തര പ്രതിസന്ധികൾക്ക് ഉടനെ പരിഹാരം കണ്ടെത്തണം എന്ന് പറയുന്നുണ്ട്. ഫാൻ അഡ്വൈസറി ബോർഡിലും ഇത്തരത്തിലുള്ള പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റുകളും അപേക്ഷകളും ഒരുപാട് വന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ഓരോരോ ഗിമ്മിക്കുകൾ കാറ്റി ആരാധകരെ പറ്റിക്കുന്ന പരിപാടിയിൽ നിന്നും പിന്നോട്ട് പോകത്തില്ല എന്നുള്ളത് ഈ ഒരു മാനേജ്മെന്റിന്റെ പരിപാടികളെക്കുറിച്ച് അറിയുന്ന എല്ലാവർക്കും ബോധമുള്ള കാര്യമാണ്. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ഇപ്പം ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട നൽകിയ റിക്വസ്റ്റുകളിൽ മറ്റൊരു ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സ് ചെന്നൈയിൻ എഫ് സിക്കെതിരെയുള്ള മത്സരത്തിലുള്ള ടിക്കറ്റിന്റെ വില കൂട്ടിയതിനെതിരെയായിരുന്നു അവർ കത്ത്. ആ ഒരു ടിക്കറ്റിന്റെ വില വീണ്ടും കുറച്ച് ഇന്റർകാഷിക്കെതിരെയുള്ള മത്സരത്തിൽ അതേ ടിക്കറ്റ് റേറ്റിലേക്ക് കാര്യങ്ങളാക്കി കൊടുക്കും എന്നല്ലാതെ യാതൊന്നും നടക്കാൻ പോകുന്നില്ല. അടിയന്തര പ്രശ്നങ്ങളിലെ ഉടനടി പരിഹാരം എന്നുള്ളതൊക്കെ വെറും ചോദ്യം ചെയ്യലുകളും ഗിമ്മിക്കുകളും മാത്രമായി അവസാനിക്കും. ഏതായാലും മഞ്ഞപ്പടയും ബ്ലാസ്റ്റേഴ്സിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ തിരിയുന്നു എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ആരാധകരിൽ നിന്നും ഈ ക്ലബ്ബ് പതിയെ പതിയെ അകന്നു തുടങ്ങിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ ഒരു മാനേജ്മെന്റ് അകറ്റി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ക്ലബിന്റെ മരണമണി മുഴക്കാൻ ഇവർക്ക് കഴിയും. ഇവരെ കൊണ്ടേ കഴിയൂ.